Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay. Have you had your lunch? Yes, ma'am. Yes, ma'am. Yes. കഴിച്ചു ഫുഡ് കഴിച്ചു ക്ലാസ്സില് എന്താണ് പഠിക്കാൻ എല്ലാവരും റെഡിയാണ് ആണോ? Yes, ma'am. Yes, ma'am. ആക്റ്റീവ് ആണ് എല്ലാവരും? Yes, ma'am. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതാ. നല്ല വിശേഷം. ഇത്രയേ ഉള്ളൂ. ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കേക്കാം മാം. Yes, ma'am. കേൾക്കുന്നുണ്ട്. സോ നമുക്ക് പാസ്റ്റ് ടെൻസ് എടുത്താലോ ഒന്ന്? എന്ത് പറയുന്നു? ഓക്കെ മാം. ഓക്കെ. മാം, ഒരു കാര്യം പറയാനുണ്ട്. സാറ്റർഡേ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ. അപ്പം അവർ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് നമ്മൾ ഫ്രൈഡേ ഡിസ്കസ് ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി അവിടെ സംസാരിക്കാൻ പറ്റി. സംസാരിച്ചോ എന്നിട്ട്? സംസാരിച്ചു. ഇത് തോന്നിയപ്പോ? അപ്പൊ ഫ്രൈഡേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തോണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നി, അല്ലെങ്കിൽ പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ചിലപ്പോ. വെരി ഗുഡ്. ഇനി എന്താ അറിയാ, ഇന്റർവ്യൂ സക്സസ് ആയോ എന്താ? സക്സസ് ആയി. ഓക്കെയാണ്. ഓക്കെയാണ്. ഏതാ മാം? ജോബ് ഇന്റർവ്യൂ ആയിരുന്നോ? എന്താ മാം? മനസ്സിലായില്ല. ജോബ് ഇന്റർവ്യൂ ആയിരുന്നു, ജോലിക്കായിരുന്നോ? അതെ ആയിരുന്നു. കിട്ടിയോ? ജോലി കിട്ടിയോ? കിട്ടി. താങ്ക് യു. ഇംഗ്ലീഷിന്റെ ഒരു പവർ അല്ലേ? അതെ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മാം. എന്നാ ഇപ്പൊ വർക്കിലാണോ? അല്ലെങ്കിൽ ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നാട്ടിലൊരു ഗ്യാപ്പ് എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നാട്ടിൽ എവിടെയെങ്കിലും കേറാന്ന് വിചാരിച്ചു. അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടി എനിക്ക്. അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു മാം. ജോയിൻ ചെയ്തു അല്ലെങ്കിൽ നാളെ ജോയിൻ ചെയ്യണം. നാളെ ഇപ്പൊ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ റെക്കോർഡഡ് അറ്റൻഡ് ചെയ്യേണ്ടി വരും നാളെ പോലെ. ഓക്കെ ഓക്കെ, ഗുഡ്, കൺഗ്രാറ്റ്സ്. ഓക്കെ മാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യണ്ടേ? പാസ്റ്റ് പറഞ്ഞാലോ? ഒരു ഡാൻസും ഗായത്രിക്ക് എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. ആക്ച്വലി ഈ കോഴ്സ് പഠിക്കുന്നത് എനിക്ക് അവിടെ ഇന്റർവ്യൂല് ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. എല്ലാരും എല്ലാരും ഇതിനെ കുറിച്ചായിരിക്കും അല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? BSc ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേ ആണോ? അങ്ങനെയായിരുന്നോ? ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തതിനെ കുറിച്ചായിരുന്നു വന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി BCom ഡിഗ്രി എടുത്തേക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വേറൊരു ഫീൽഡിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കോഴ്സ് ഇപ്പൊ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒന്നുകൂടെ ഇംപ്രസ് ആയി. എങ്ങനെ ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നോ അല്ലെങ്കിൽ? 2 സെക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് മലയാളമായിരുന്നു ഇൻട്രാക്ഷൻ ഫുള്ള്. അത് കഴിഞ്ഞ് വേറൊരാളായിട്ട് ഫുൾ ഇംഗ്ലീഷിലായിരുന്നു ഇൻട്രാക്ഷൻ. ആർക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇന്റർവ്യൂ എക്സ്പീരിയൻസ് താല്പര്യമുണ്ട്. അപ്പൊ ഗായത്രി പറയൂ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. ഏതാ ഹോസ്പിറ്റല്? സെയിൻസ് ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. റിസപ്ഷനിലാ കിട്ടിയത്? അല്ല, പേഷ്യന്റ് കൗൺസിലർ ആയിട്ട് കിട്ടി.
എക്സ്പീരിയൻസ് ഒന്ന് എല്ലാവർക്കും വേണ്ടി പറഞ്ഞാൽ നന്നായിരിക്കും. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മള് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലും അവരവിടുത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പിന്നെ നല്ല സ്മാർട്ടായിട്ട് ഇന്റർവ്യൂവിൽ ഇരിക്കുക, കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. നമ്മൾ പറയുന്നതിൽ ഒരു ഡൗട്ട് വരരുത് നമുക്ക്. ഇപ്പൊ പഠിച്ച കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഒരു ഡൗട്ട് വരാതെ നല്ല പ്രിപ്പയർ ചെയ്ത് പോയാൽ സ്മാർട്ട്നെസ് കണ്ട് തന്നെ 90% അവർ നമുക്ക് ഉറപ്പ് തരും ജോലിയുടെ കാര്യം. പിന്നെ ബാക്കി നമ്മുടെ അറിവും ഒക്കെ വെച്ചിട്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇംഗ്ലീഷ് ആണെങ്കിലും കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഏതാ എന്തുട്ടാ ചേച്ചിക്ക് കിട്ടിയ ജോബ്? പേഷ്യന്റ് കൗൺസിലർ ആയിട്ട് കിട്ടി. പക്ഷെ നമ്മൾ ഓപ്പറേഷൻ ഒക്കെ കൊണ്ടുപോകുന്ന പേഷ്യൻസ് ഇല്ലേ, അവരെ കൗൺസിൽ ചെയ്യുന്നത്. പിന്നെ പേടിക്കാതെ ഒക്കെ മാനേജ് ചെയ്യണം. ഇംഗ്ലീഷ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാമിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കും ഒരു ഇച്ചിരി കോൺഫിഡൻസ് വരുന്നുണ്ട് വേറൊരാളുടെ മുന്നിൽ വർത്താനം പറയാനായിട്ട്. അപ്പൊ അതന്നെ ഇന്റർവ്യൂല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. മാമിന് താങ്ക് യു. അപ്പോ ഇതിൽ എന്ത് മനസ്സിലാക്കണം? കോൺഫിഡൻസ് വേണം ഫസ്റ്റ്. ഓക്കെ, ആ കോൺഫിഡൻസ് എന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുമെന്നല്ല, അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കൂ എന്ന് ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഇതാണ് സൈലന്റ്. യെസ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. എന്നാലേ റെഡിയാണോ? നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. നമ്മൾ കഴിഞ്ഞത് പ്രസന്റ് ടെൻസ് ആയിരുന്നു. പ്രസന്റ് ടെൻസ് അത്യാവശ്യം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ടെൻസും നമ്മൾ കവർ ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാം. മലയാളം പറയുന്നു, ഇംഗ്ലീഷ് പറയുന്നു, റിപ്പീറ്റ് ചെയ്ത് പോവാം. ഫസ്റ്റ് നമുക്ക് ടെൻസ്, ഇപ്പൊ എത്ര ഗ്രാമർ നോക്കിയാലും നമുക്ക് ടെൻസ് എന്തായാലും അറിയണം. സംസാരിക്കണമെങ്കിൽ എന്തോ ജിനിഷ പറഞ്ഞോ, എന്തേ? ജിൻഷ എന്തോ ഇതിൽ പറയാമെന്നാണോ? അല്ല, ഓക്കെ. അപ്പൊ എന്താണ്, ടെൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്ത് സംസാരിക്കും? ആരാ സംസാരിക്കുന്നേ? ആരാ സംസാരിക്കുന്നേ? ചോദിക്കാനാണോ? ഓക്കെ, പറഞ്ഞെന്താ പറഞ്ഞേ? ടെൻസ് അല്ലെ? ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴും ടെൻസ് അറിഞ്ഞാലേ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം, ഇപ്പൊ ഒരു കാര്യം നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ചെയ്തില്ല അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ പോവുകയാണ്, ഇത് നമ്മൾ എന്തായാലും മൂന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ടെൻസ് അറിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് തെറ്റില്ല എന്ന് ഉറപ്പ് വന്നാലും നിങ്ങൾക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റും അല്ലെ. അപ്പോ നിങ്ങൾക്ക് കൂടുതലും വേർഡ്സ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. വേർഡ്സ് കിട്ടാത്തത് ഈ ടെൻസ് അറിയാനായിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ടെൻസിൽ യൂസ് ചെയ്യേണ്ട വേർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. സോ അത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടെൻസ് ഫോളോ ചെയ്ത് പഠിച്ചു പോവാം. ദെൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. അതായത് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. മലയാളം വേർഡ്സ് ആയാലും ആ വേർഡ്സിന് ഇംഗ്ലീഷ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞത് മാത്രം പോരാ, അതിന്റെ തന്നെ V1, V2, V3 ഫോം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കാര്യം ചെയ്തു, ഞാനത് ചെയ്തു, ചെയ്യുന്നു, ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ പ്രസന്റ് ടെൻസ് ഏകദേശം കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് പാസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, സ്ക്രീനിൽ നോക്കാം. ഓക്കെ, പാസ്റ്റ് ടെൻസ് നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ച പോലെ തന്നെ എന്താ, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്
മിക്കവാറും നമ്മൾ യൂസ് ചെയ്യാറ് സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴായാലും എന്തെങ്കിലും പറയുമ്പോഴായാലും സിമ്പിൾ പാസ്റ്റ് ആണ് മെയിൻ യൂസ് ചെയ്യാറ്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പ്രസന്റ് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറും. അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലും ഇന്ററാക്ഷനിലും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന്. ഓക്കെ, ദെൻ കണ്ടിന്യൂസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത്രയും ഒരുപാടില്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഏറ്റവും നമ്മൾ കുറവ് യൂസ് ചെയ്യുന്നതാണ് ഈ പെർഫെക്റ്റ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. മനസ്സിലായോ? പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ കുറവാണ് യൂസ് ചെയ്യല്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് അല്ലെ? പാസ്റ്റ് സിമ്പിൾ എന്താണ്? പാസ്റ്റ് ആണ്, ഓൾറെഡി ഫിനിഷ്ഡ് ആയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുക. അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ആണ് അല്ലെ? സോ എന്താ പറയാ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, സബ്ജക്ട് ഏതും ആയിക്കോട്ടെ, ഐ, യു, വി, ദേ, ഷീ, ഹി, ഇറ്റ് ഏതും ആയിക്കോട്ടെ, അതിന്റെ കൂടെ എന്താണ്? V2 ഫോം ആണ് ചേർക്കേണ്ടത്, വേർബിന്റെ V2 ഫോം. ഓക്കെ, പ്രസന്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് P1 ഫോം. പാസ്റ്റ് നമുക്ക് വേണ്ടത് P2 ഫോം ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ V2 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കിയേ, ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക് അല്ലെ? എന്താണ്? കഴിഞ്ഞ ആഴ്ച എന്റെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്തു. ഇവിടെ വിസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ വരാ? വിസിറ്റ് എന്ന് പറയുന്നത് ചെയ്യുക, അതാണ് ഫസ്റ്റ് ബേസ് ഫോം എന്ന് പറയുന്നത്. ചെയ്തു എന്നാണെങ്കിലോ വിസിറ്റഡ്. ഓക്കെ, ഏകദേശം ചില വേർഡ്സിന്റെ V2 V3 ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ വിസിറ്റഡ്. അപ്പൊ വിസിറ്റഡ് ആണ് ഇവിടെ വേണ്ടത്. വിസിറ്റഡ് എന്ന് വന്നാല് അത് ഓൾറെഡി പാസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? പാസ്റ്റ് ആണ്. സോ ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, എന്റെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക് വിസിറ്റ് ചെയ്തു. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിന്റെ കൂടെ വന്നത് V2 ഫോം ആണ്. ഓക്കെ, ക്ലിയർ? Then I met them a few days ago. So ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. സോ മീറ്റിന്റെ V2 ഫോം ആണ് met. അപ്പൊ എന്താണ്? അത് പാസ്റ്റ് ആണ്. So I met them a few days ago. Clear? Then Sam cooked a tasty dinner yesterday. കഴിഞ്ഞ കാര്യമാണ്, അവൻ കുക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ കുക്ക് ചെയ്തു എന്ന് പറയുമ്പോ കുക്ക്ഡ് അല്ലെ? കുക്ക്ഡ്. സോ അടുത്തത് മൈ ബ്രദർ സോ. സിയുടെ V2 ഫോം ആണ് സോ. മൈ ബ്രദർ സോ എ മൂവി യെസ്റ്റർഡേ. അവൻ ഒരു മൂവി കണ്ടു. Past. Then last year I traveled to France. Travelന്റെ V2 ഫോം ആണ് traveled. So ഐയുടെ കൂടെ V2 ഫോം വന്നു. I traveled to France. Travel ചെയ്തു അല്ലെ? Then my mother bought a dress for me. വാങ്ങുക എന്നതിന്റെ V2 ഫോം ആണ്, അതായത് പാസ്റ്റ് ഫോം ആണ് എന്ത്? bought എന്ന് പറയുന്നത്. So my mother bought a dress for me. So simple past clear ആണോ എല്ലാവർക്കും? Yes. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്റെ ഒന്നും മിണ്ടാത്തേ, പറയൂ. ഡൗട്ട് ഇല്ല മാം, ക്ലിയർ ആണ്. ഡൗട്ട് ഇല്ല. ഓക്കെ, ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, യാ. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ച പോലെ തന്നെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ്, സെയിം ആണ്. നമുക്ക് അത് ഒരു ചില വേർഡ്സിൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. സോ നോക്കി, ഐ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ വാസ് ആണ് യൂസ് ചെയ്യാം. സിംഗുലറിന്റെ ഒപ്പം, സിംഗുലർ സബ്ജക്റ്റിന്റെ ഒപ്പം വാസ് ആണ് വരാം. ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്. ഓക്കെ, ദെൻ പ്ലൂറൽസിന്റെ ഒപ്പം എന്താ? വേറെ വരാം അല്ലെ? വി, യു, ദേ. അതായത് വി ആർ, യു ആർ, ദേ ആർ അല്ലെ? അങ്ങനെയാണ്. സോറി, ദേ വേർ. അപ്പൊ അങ്ങനെയാ വരാം. പിന്നെ എന്താ? ING ഫോം, verb plus ING. So example നോക്കി, I was reading when the
phone rang. ആ സെന്റൻസിന്റെ മീനിങ് എന്താ? I was reading when the phone rang. ഫോൺ അടിച്ചിരുന്ന സമയത്ത് ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു. Yeah. So past ആണ്. വേർഡ്സ് ഒക്കെ നോക്കാം. I am അല്ല അവിടെ വന്നേ. പ്രസന്റ് ആണെങ്കിൽ I am വരും അല്ലെ? പ്രസന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് കഴിഞ്ഞു പോയ സംഭവമാണ്. സോ അവിടെ വാസ് ആണ് യൂസ് ചെയ്തത്. ആയിരുന്നു എന്ന് പറയും വാസ് ആണ് യൂസ് ചെയ്തത്. Then phone rang. റിംഗ് അല്ല അവിടെ യൂസ് ചെയ്ത് റാങ് ആണ്. സോ ഓൾറെഡി എല്ലാം പാസ്റ്റിൽ പറയുമ്പോൾ വേർഡ്സ് എല്ലാം പാസ്റ്റ് ആയിരിക്കണം. മനസ്സിലായോ? വേർബ് എല്ലാം പാസ്റ്റ് ആയിരിക്കണം. സോ phone rang. Then when his father came, he was playing cricket. അവൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അച്ഛൻ വന്നു. അല്ല, അച്ഛൻ വന്ന സമയത്താണ് അച്ഛൻ വന്ന സമയത്താണ് അവൻ ക്രിക്കറ്റ് കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവന്റെ അച്ഛൻ വരുന്ന സമയത്ത് അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അത് അതിന്റെ മീനിങ് ഫാസ്റ്റ് ആണ്. സോ വ്യത്യാസം വന്നേ ഏതൊക്കെ വേർഡ്സ് ആണ് വ്യത്യാസം വന്നേ? He was. Yeah, he was. Father came, he was playing. Yeah, key. കമ്മിന്റെ വീട്ടിൽ സോ വെൻ ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടില്ല. വെൻ എപ്പോൾ അത് വെൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് വരണ്ട ശിക്ഷ. നമ്മളൊരു കാര്യം പറയുമ്പോഴും എപ്പോഴെന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യില്ലേ? അതെപ്പോഴും ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ ആ സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാല് when his father came. മറ്റേ സെന്റൻസ് എടുക്കാം. when his father came എന്ന് വെച്ചാല് അവന്റെ അച്ഛൻ വന്നപ്പോൾ. മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പൊ അവന്റെ മീനിങ് വരും വന്നപ്പോൾ. അതിനാണ് ആ വെന്നോട് യൂസ് ചെയ്തത്. അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല. ഓക്കെ, ക്ലിയർ ആയോ? ചോദിച്ചത് മനസ്സിലായോ? നെക്സ്റ്റ്, it started to rain while we were playing. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്ന സമയത്ത് പ്ലേയിങ് കളിക്കുകയായിരുന്നു അല്ലേ? ഞങ്ങൾ കളിക്കുന്ന സമയത്ത് മഴ പെയ്തു തുടങ്ങി. പാസ്റ്റ് ആണ്. തുടങ്ങി കഴിഞ്ഞു അല്ലെ? പാസ്റ്റ് ആണ്. സോ അതാണ് അതിന്റെ മീനിങ്. Then while we were cooking, അവിടെ it started to rain while we were. We were ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വേറെ അത് മീനിങ് വ്യത്യാസമുണ്ട് അല്ലെ? ആണോ? മിസ്റ്റേക്ക് ഉണ്ടോ? എന്താ മാം? മൂന്നാമത്തെ എക്സാമ്പിളിന് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടോ? വിയർ എന്നാണ് എഴുതിയേക്കണേ. വേർന്ന് വേണം. VERE. വിയർന്ന് വായിക്കില്ല, വേർന്ന് തന്നെ വായിക്കാം. മീനിങ് വ്യത്യാസം തന്നെ ഉള്ളൂ. അപ്പൊ സ്പെല്ലിംഗ് ഞാൻ കറക്റ്റ് ആയിട്ട് തരാം. ഓക്കെ, അഥവാ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, while we were cooking, she was sleeping. സമയത്ത് അവള് ഉറങ്ങുകയായിരുന്നു. Then when the phone rang, she was writing a letter. ഫോൺ അടിച്ചിരുന്നപ്പോൾ അവൾ കത്ത് എഴുതുകയായിരുന്നു. സമയത്ത് അവള് ലെറ്റർ എഴുതുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ ആയോ? Yes. No? Yeah. Yes. Yes. Okay. Moving on the next, past perfect tense. എന്താണ് നമ്മള് പ്രസന്റ് പെർഫെക്റ്റിൽ എന്താ യൂസ് ചെയ്തത്? സബ്ജക്റ്റിന്റെ കൂടെ IUV ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ എന്താ യൂസ് ചെയ്തത്? have ആണ് യൂസ് ചെയ്തത്. have has. was was അല്ല, have has. പ്രസന്റ് പെർഫെക്റ്റില് നമ്മള് have has ആണ് യൂസ് ചെയ്തത്. സോ അത് പാസ്റ്റിലേക്ക് വരുമ്പോ എന്ത് വരും? Had.
ഓ അന്ന് പ്രസന്റിന് എടുക്കുമ്പോൾ എല്ലാവരും ഹാഡ് പറയാനായിരുന്നു ധൃതി അല്ലെ? നീഹയായിരുന്നു ഹാഡിന്റെ ആള്. ഇപ്പൊ ഹാഡ് എത്തി. ഇതാണ് ഹാഡ്. ഇപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഹാഡ് യൂസ് ചെയ്യാം. സബ്ജക്ട് ചെയ്തായാലും സബ്ജക്ട് ചെയ്തോട്ടെ ഹാഡാ യൂസ് ചെയ്യാം. ഷീ ആണെങ്കിൽ നീ ആണെങ്കിൽ ഐ ആണെങ്കിൽ ഹാഡാ യൂസ് ചെയ്യാം. V3 ഫോം. ഓക്കെ, പെർഫെക്റ്റില് V3 ഫോം യൂസ് ചെയ്യാം. അതും നമ്മള് പ്രസന്റിൽ അങ്ങനെ ആയിരുന്നില്ലേ? അതെ. അപ്പോ എക്സാമ്പിൾ നോക്കിയേ. I have reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പേ ഞാൻ സ്കൂളിലെത്തി. എത്തിയിരുന്നു. I have reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂൾ എത്തിയിരുന്നു. Okay. The train had, ഇവിടെ ഈ സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ട്. The train had a left. Neha, mute ചെയ്യൂ. Yourself or the train had a. അവിടെ മിസ്റ്റേക്ക് ആണ്, a ഇല്ല. Okay. അപ്പൊ the train had left by the time I reached at the station. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ട്രെയിൻ പോയി, പുറപ്പെട്ടു പോയി. പുറപ്പെട്ടു പോയിരുന്നു അല്ലെ, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്. ഹാഡ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഹാഡ് എന്താ V3 ഫോം, പാസ്റ്റ് ആണല്ലോ, V3 ഫോം യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഹാഡിന്റെ കൂടെ ബീൻ ചേർക്കണം. സിമ്പിൾ അല്ലെ? ഹാഡിന്റെ കൂടെ ബീൻ ചേർക്കണം. അപ്പൊ I had been waiting there for 2 hours when she finally arrived. എന്താ മീനിങ്? അവളെ ഞാന് 2 മണിക്കൂറായി അവളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവള് അതിനുശേഷം പിന്നീട് അവൾ എത്തിന്ന്. 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമാണ് അവള് വന്നത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അവൾ എന്താണ് വന്നു എന്നാണ് പറഞ്ഞത് അല്ലെ? Then she was tired because she had been working all day. അവള് ടയേർഡ് ആണ് കാരണം അവള് ആ ദിവസം ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Then I had been reading for hours before he came. ഞാൻ കുറെ നേരമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്നതിന് മുന്നേ തൊട്ട് ഞാൻ കുറെ നേരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്നതിന് മുൻപ് വരെ ഞാൻ മണിക്കൂറുകളോളം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പാസ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മലയാളം പറയാം. പാസ്റ്റ് പിടിക്കാം നമുക്ക്. സോ തുടങ്ങിക്കോളൂ. Let's start. ഞാൻ പറയില്ല, നിങ്ങൾ പറയാം. വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. മലയാളം പറയൂ. കഴിഞ്ഞു പോയ കാര്യം പ്രസന്റ് പറയാൻ പറഞ്ഞാല് പാസ്റ്റ് പറയും. ഫസ്റ്റ് പറയാൻ പറഞ്ഞാല് കൺഫ്യൂഷൻ വരും. പറയുന്നുണ്ടോ? ഞാൻ പാരീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഡ്രീം അല്ലേ മാം? അതിലെങ്കിലും നടന്നോട്ടെ വെച്ചിട്ടാ. പറയൂ. I worked at Paris. Working in Paris. I was worked in Paris before. And I was worked in Paris. I was worked at before. I was worked in Paris. ഞാൻ പാരീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നല്ലേ അല്ലെ?
പാരീസിലാണ് ജോലി ചെയ്തിരുന്നത്. ഐ വാസ് വർക്ക്ഡ് ഇൻ പാരീസ് പറയാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ? ഐ വാസ് വർക്കിംഗ്, ഞാൻ പാരീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഉദ്ദേശിച്ചത്. എന്താണ് വർക്ക് ചെയ്യുകയായിരുന്നു എന്നാണോ? വർക്ക് ചെയ്തിരുന്നത്. ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. മാം ഇതോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഐ വർക്ക്ഡ് ഇൻ പാരീസും ഐ വാസ് വർക്ക്ഡ് ഇൻ പാരീസും തമ്മിലുള്ള ഒരു കറക്റ്റ് മീനിങ് ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം. I was worked. ആണല്ലേ? I was വരുമ്പോ കണ്ടിന്യൂസ് ഫോം ആണ്. സോ വർക്ക്ഡ് വരില്ല, ഐ വാസ് വർക്കിംഗ്. ഓക്കെ മാം, ഇതിന്റെ മീനിങ്ങിന്റെ ഒരു വ്യത്യാസം പറഞ്ഞുതരോ? മീനിങ് വരുന്നതിന്റെ ഒരു വ്യത്യാസം. പ്രത്യേകിച്ച് വ്യത്യാസം വെച്ചാൽ ഐ വാസ് വർക്കിംഗ് ഇൻ പാരീസ് ആണെങ്കിൽ ഞാൻ പാരീസ് വർക്ക് ചെയ്തിരുന്നു, പാരീസിലാണ് വർക്ക് ചെയ്തിരുന്നത്, അങ്ങനെ ഒരു മീനിങ് വരും. ചെയ്തിരുന്നത് മനസ്സിലായോ? ചെയ്തിരുന്നത് വർക്ക് ചെയ്തിരുന്നു അങ്ങനെയാണോ വരിക? ഞാൻ പാരീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഐ വാസ് പറയാ. ഐ വർക്ക്ഡ് ഇൻ പാരീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് മീനിങ് എന്നിട്ട് വരാം. ഞാൻ പാരീസിൽ വർക്ക് ചെയ്തു ചെയ്തിരുന്നു അങ്ങനെയാണോ പറയാ? ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞെങ്കിൽ ഐ വാസ് വർക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്തു അങ്ങനല്ലേ? ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു, ചെയ്തു എന്നാ പറയാം. ഐ വർക്ക്ഡ്, മനസ്സിലായോ? ഐ വർക്ക്ഡ്, ഐ വർക്ക്ഡ് എന്നൊക്കെ പറയും. ഞാൻ വർക്ക് ചെയ്തു എന്ന് പറയും. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിലോ ഐ വർക്ക്ഡ് തന്നെ മതിയാവില്ലേ? ഐ വർക്ക്ഡ് ഐ വർക്ക്ഡ് എന്ന് പറയാൻ കുഴപ്പമില്ല. ചെയ്തു, ഐ വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ചെയ്തു, അങ്ങനെ എടുത്ത് വരും. ഐ വാസ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ചെയ്തിരുന്നു, ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് വാസ് വർക്കിംഗ് എന്ന് പറയും. കണ്ടിന്യൂസ് ഫോം ആണ്. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? അതിന് പകരം ഐ വർക്ക്ഡ് എന്നാണെങ്കിൽ ഇപ്പോ ഐ ഹാഡ് വർക്ക്ഡ് ഇൻ പാരീസ് എന്ന് പറയാൻ തെറ്റില്ല. ഞാനും പാരീസ് ജോലി ചെയ്തിരുന്നു എന്നൊരു മീനിങ് അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഉള്ള കൺഫ്യൂഷൻ ആയോ? ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മീനിങ് അല്ലേ വരാ പാസ്റ്റ് പെർഫെക്റ്റില്? ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാഡ് വരുമ്പോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മലയാളത്തിന്റെ മിസ്റ്റേക്ക് ആണ്. കുറെയൊക്കെ നമുക്ക് ഒരുപാട് മലയാളം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ വരും. മനസ്സിലായോ? ഈ ഹാഡ് ഹാവ് ഒക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മ ആ ഉണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹാഡ് വരും. മനസ്സിലായോ? അതായത് പ്രസന്റ് ആണെങ്കിൽ അവിടെ ഹാവ് വരും, ഹാസ് വരും. ഈ ഹാവിന്റെ ഹാഡിന്റെ ഒക്കെ മീനിങ് ഉണ്ട് എന്നൊരു പോസിറ്റീവ് ആണെങ്കിൽ ഉണ്ട് മീനിങ് ഉണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ ഇല്ല, അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയില്ലേ? മാം ഞാൻ പണ്ട് പഠിച്ച സമയത്ത് ഈ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഈ പെർഫെക്റ്റ് വരുന്ന ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്ത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ടുണ്ട് ഫോം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൂടെ ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഇത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് അതൊന്ന് വരിക. ഞാനത് പറയും ഇല്ല ഇത് കഴിയട്ടെ വിചാരിച്ചിട്ടാ. ഇത് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ഭാരം കുറഞ്ഞു. അതായത് ഇത്രയും ഡെഫിനിഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ക്രീനിൽ കാണുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞാലേ പിന്നെ നമ്മൾ പഠിക്കുന്ന മുഴുവൻ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ഒരു മലയാളം ഇട്ടിട്ടായാലും അതിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതൊക്കെ ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതൊന്നും ആദ്യം കഴിഞ്ഞപ്പോ
പാസ്റ്റ് ഫ്യൂച്ചർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇത് എനിക്ക് പറയാനുള്ള പോണ് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ടെൻസ് കഴിയുമ്പോൾ ഞാനത് കുറച്ച് ട്രിക്ക് വഴികളുണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരും. ഇതൊന്ന് കഴിയട്ടെ വിചാരിച്ചിട്ടാ. അത് ഈ സമയം ഉണ്ടല്ലോ അല്ലെ, എളുപ്പമുണ്ട് ഉണ്ട് കുറച്ച് ടെക്നിക്ക് ഉണ്ട് ഇതില്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണോ പറഞ്ഞത്? ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അത് അവിടെ ഹാഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ I had reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ശരിക്കും പറയാം. പക്ഷെ നമ്മുടെ മലയാളം ഉള്ള ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. മലയാളം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പല രീതിയിലൊന്നും പറയാലോ. അതാണ് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വന്നത്. ഓരോ സ്ഥലത്ത് നമ്മൾ പറയുന്നത് വ്യത്യാസവും ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലെങ്കിലും ഉണ്ടായിരുന്നു എന്നൊന്നും അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാറില്ലല്ലോ അല്ലെ? ചില സ്ഥലത്ത് ഞാൻ അങ്ങനെ പറയാറില്ല. അവിടെ എപ്പോഴും ഷോർട്ട് ആക്കിയിട്ട് അവൻ വെല്ലുവിളിക്കുന്ന മുന്നേ എത്തിയിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ അല്ലേ? എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല. അതാണ് ഈ ഇംഗ്ലീഷ് നമ്മുടെ ഈ മലയാളം നമ്മുടെ വ്യത്യാസം. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് വെച്ചിട്ട് പറയാം. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? ഇത് പറയുന്നു. ഓക്കെ, മലയാളം ഇനി മലയാളം പറയും. ഞങ്ങൾ അവിടെ 15 മിനിറ്റ് ആയിട്ട് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ അവിടെ 15 മിനിറ്റോളം നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. I was waiting for you since 15 minutes. We are waiting for you before 15 minutes. ഞങ്ങൾ അവിടെ എന്നാ പറഞ്ഞേ? അതെ. We were waiting for you. We were waiting there for 15 minutes. For 15 minutes. അത് കറക്റ്റ് ആണോ? പറഞ്ഞാലും കറക്റ്റ് അല്ല. We waited for you എന്ന് പറഞ്ഞാലും കറക്റ്റ് ആവില്ല. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു എന്നാണ്. 15 മിനിറ്റ് ഞങ്ങൾ അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെയാ വരാ? We waited for you. We were waiting for 15 minutes. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരില്ലേ മാം? ഏതിന്റെ വെയിറ്റിന്റെയോ? വെയിറ്റഡ് തന്നെയാണ്. വെയിറ്റഡ്. വെയിറ്റഡ്. കറക്റ്റ് ആണോ? വെയിറ്റഡ് ഫാസ്റ്റ് വരുമ്പോൾ വെയിറ്റഡ് ആണ്. We waited there for you. We waited for you for 15 minutes എന്ന് വരില്ല. ഇവിടെ കൺഫ്യൂഷൻ ആയിട്ട്. We waited for you for 15 minutes. മലയാളം കറക്റ്റ് വെയിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നാണ് പറഞ്ഞത്. We were waiting for you. വെയിറ്റ് ചെയ്തിയായിരുന്നു എന്നാണ് വരുന്നത്.
നമ്മളവിടെ നിനക്ക് വേണ്ടി 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പം വി വെയിറ്റഡ് ഫോർ യു എന്നുള്ള വരും. Appo we waited for you there 15 minutes. We waited for their We waited for you there for food. അത് ഒരു കറക്റ്റ് ആണ് കേട്ടോ, പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഞങ്ങൾ നിനക്കായി 15 മിനിറ്റ് കാത്തിരുന്നു അല്ലെ, വെയിറ്റ് ചെയ്തു. We waited there for 50 minutes for you. കുഴപ്പമില്ല. We waited for you for 50 minutes. For you there for 50 minutes. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. കിട്ടിയോ? We waited. We waited there for you for 50 minutes. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചിട്ട് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. അവിടെ ഇവിടെ എന്തോ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. സ്ലോ ആയത്. തിരിച്ചും പറയോ? തിരിച്ചു മീൻസ് വെയിറ്റഡ് 50 മിനിറ്റ്സ് ഫോർ യു അങ്ങനെയും പറയോ? ഇല്ല, തിരിച്ചു പറ്റില്ല. നമുക്ക് മലയാളം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാലോ. ഞാൻ 15 മിനിറ്റ് അവന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് പറയാം അല്ലെ? ശരിക്കും അങ്ങനെയും പറയാം അല്ലേ? നമുക്ക് മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും അല്ലേ? കറക്റ്റ് മലയാളം എന്താ എന്ന് പറയാം. ഞാൻ 15 മിനിറ്റ് അവനെ വെയിറ്റ് ചെയ്തു അങ്ങനെയും പറയാം. ഞാൻ അവനായി 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്നും പറയാം അല്ലെ? സോ ഇംഗ്ലീഷ് അങ്ങോട്ട് അത് 15 മിനിറ്റ് ആദ്യം കൊണ്ടുവന്നാലും മിസ്റ്റേക്ക് ആണ്. We waited for you for 15 minutes. Okay. ഇനിയെന്താ? അവന് സ്കൂളിൽ എത്തുന്നതിന് മുന്നേ പരീക്ഷ തുടങ്ങിയിരുന്നു. അത് പറഞ്ഞിരുന്നു. കുഴപ്പമില്ല. അവൻ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് പരീക്ഷ തുടങ്ങിയിരുന്നു. When he reached the school, before the exam started. When he had reached the school, when the exam started, he had reached the school when the exam started. He had reached the school when the exam started. Before exam started. Before he had reached his school before അല്ല മാം പറഞ്ഞു. ബിഫോർ വരില്ല. എക്സാം തുടങ്ങി. എക്സാം സ്റ്റാർട്ടഡ്. തുടങ്ങി. ഓക്കെ. എക്സാം അവൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും എക്സാം തുടങ്ങിയെന്നാണല്ലേ? എത്തിയപ്പോഴേക്കും എന്നാണ് മാം പറയാ. എത്തിയപ്പോഴേക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക്? ജസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് he had reached the school when the exam started എന്ന് പറയും. അല്ലെങ്കിൽ എന്താ? വേറെന്താ പറയാ? അല്ലെങ്കിൽ മാം he had reached the school after exam started അങ്ങനെ വരുമോ? ആഫ്റ്റർ എന്ന് പറയുന്ന ശേഷം അല്ലേ? എക്സാം കഴിഞ്ഞതിന് ശേഷം, എക്സാം തുടങ്ങിയതിന് ശേഷം. തുടങ്ങിയതിന് ശേഷം എന്നല്ല അവിടെ പറഞ്ഞത്. അവൻ എത്തുന്നതിന് മുൻപ് എക്സാം തുടങ്ങിയിരുന്നു അല്ലെ? ഓക്കെ. എക്സാം തുടങ്ങി. ഓക്കെ. The exam started before he reached school എന്നും പറയും മനീഷ. Yeah. The exam started
before he reached school. അതല്ല അങ്ങനെയും കൂടുതൽ correct ആയിട്ട് വരാ. എന്തോ when he reached the school the exam had already started എന്ന് വരുമോ? മിസ്റ്റേക്ക് ഒന്നും ഇല്ല, നമ്മൾ പറയുന്നതനുസരിച്ചിരിക്കും. ഓൾറെഡി സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, അവനത്തിനേക്കാളും ഒരു തുടങ്ങി കഴിഞ്ഞു. അങ്ങനെയും പറയാം. ഇങ്ങനെയും പറയാം when he reached school the exam started എന്ന് പറയാം. The exam already started but he reached the school അങ്ങനെയും പറയാല്ലേ? അങ്ങനെയും പറയാം. അത് രണ്ടും തിരിച്ചിട്ടാലും വിഷയം വരില്ല. അവൻ രണ്ട് രീതിയിൽ പറയാലോ. പരീക്ഷ തുടങ്ങിയപ്പോഴേക്കും അവൻ തുടങ്ങി എന്താ മലയാളം മലയാളമൊക്കെ പോയി. Ma'am, the exam has begun when he started the school. അങ്ങനെ പറയാം. The exam has begun when he reached school. The exam has begun on. Clear ആയില്ല? Yes, ma'am. The exam has begun when he reached the school. അങ്ങനെ പറയാൻ പറ്റുമോ? Has begun when he reached school. ഇവിടെ ഹാസ് യൂസ് ചെയ്യില്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കൂ. ഹാസ് യൂസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹാസ് യൂസ് ചെയ്യുന്നത് പ്രസന്റിലാണ്. സോ പാസ്റ്റിലാവുമ്പോൾ ഹാസ് എന്തായിരിക്കും? Had. ബിഗൺ യൂസ് ചെയ്യാണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ബിഗൺ എന്ന് പറയുമ്പോൾ ആരംഭിച്ചു എന്ന് പറയാം. പാസ്റ്റ് ആണ് ബിഗൺ എന്ന് പറയാം. മിസ്റ്റേക്ക് ഒന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, when he reached school the exam started എന്ന് പറഞ്ഞാൽ സോ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഹാഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, when he reached school the exam started. Simple. Clear ആണോ? The exam already started before ഷിഫ്റ്റിനകത്ത് എന്താണ് എഴുതിയത്? The exam already started before when he came to school എന്നാണോ? Yes, ma'am. Came എന്ന് പറയുമ്പോൾ വരിക എന്നല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞത് എത്തുക എന്നാണ്. എത്തുക എന്ന് പറയുമ്പോൾ റീച്ച് ആണ്. എത്തുക എന്ന് പറയുമ്പോൾ റീച്ച്. അപ്പൊ എന്താ എത്തി എന്ന് പറയുമ്പോൾ റീച്ച്ഡ്. സോ റീച്ച് കുറച്ചുകൂടെ നല്ലത്. The exam already started before when he reached school. അങ്ങനെ വരാല്ലേ? അവൻ എത്തുന്നതിന് മുമ്പ് എക്സാം തുടങ്ങിയിരുന്നു. അത് ബിഫോർ എന്ന് പറയുമ്പോൾ മുൻപ്. അല്ലാതെ അപ്പോ മലയാളം വന്ന വഴി കണ്ടു. ഇപ്പോ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അവൻ സ്കൂളിൽ എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ബിഫോർ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലാതെ എന്താണ് the exam he reached the school already the exam started എന്ന് പറഞ്ഞാലും ഓൾറെഡി എക്സ്ട്രാ ഒരു ആഡ്വേർബോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഒരിതാണ് അല്ലെ. ഓൾറെഡി എന്ന് പറയുമ്പോൾ തുടങ്ങി കഴിഞ്ഞു ഒരർത്ഥം വരും. അങ്ങനെയും പറയാം. എന്താ when he reached the school എന്ന് പറയുമ്പോൾ അവൻ സ്കൂളിൽ വന്നപ്പോഴേക്കും എന്താ എക്സാം തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ when he reached the school the exam started എന്ന് പറയും. പക്ഷേ ബെറ്റർ ഈ വെൻ ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നതാണ്. Okay, when he reached school the exam started. Clear? മെയിൻ ആയിട്ട് ഹാസ് യൂസ് ചെയ്യാണ്ട് നോക്കാം. ഇത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. പ്രസന്റ് ആവും നോക്കാം. അപ്പോഴും ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, ഈ ഹാസും ഹാഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് എന്നൊരു മീനിങ് അവിടെ വരണം. എന്നാലേ അത് കറക്റ്റ് ആയിട്ട് ചേരുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വന്നപ്പോഴേ എക്സാം തുടങ്ങിയിരുന്നു, അവിടെ ഉണ്ട് എന്നുള്ള സാധനമില്ല. തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അടിയിൽ ചേർക്കാം. പക്ഷെ നമ്മള് മലയാളത്തിൽ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ അങ്ങനെയാ, ഉണ്ടായിരുന്നു എന്ന് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആണത്. when he reached the school the exam started. അതാണ് ഏറ്റവും സിമ്പിൾ. ഓക്കെ, Okay, ma'am. അടുത്ത മലയാളം.
പറയൂ. അമ്മ വരുന്നതിന് മുന്നേ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യും. എന്തോ അമ്മ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യും. ഉം. അമ്മ വരുന്നതിന് മുന്നേ ഞാൻ വീട് വീടെല്ലാം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തു. ചെയ്തു. I I cleaned my home I cleaned my home before my mom before my mom came. Before my mom came. ഉം. I had cleaned എന്ന് വരുമോ മാം? I had cleaned ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. I had cleaned പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും സിമ്പിള് I cleaned എന്ന് പറയണം. ഇന്ററാക്ഷൻ വരുമ്പോൾ ഏറ്റവും സിമ്പിൾ അങ്ങനെ യൂസ് ചെയ്യും. എന്താണ് I cleaned my home. എനിക്ക് വിടുന്നില്ല. I cleaned my home before my mom arrived എന്ന് പറയാം അല്ലേ? രണ്ട് പ്രാവശ്യം I യൂസ് ചെയ്യരുത്. I cleaned my home before mom came. Before mom came. അങ്ങനെ കുഴപ്പമില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. മദർ കേം കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ. തിരിച്ചിട്ടും പറയാം. ചുമ്മാ തിരിച്ചിട്ട് പറയാൻ പറ്റില്ല. Before mom came, I cleaned my home. before I cleaned my home. ക്ലീൻഡ് ഹോം. അപ്പൊ മൈ ചേർക്കണ്ട. ഓക്കെ. അടുത്തത് ആലോചിക്കുകയാണോ? മലയാളം ഇന്നലെ ഞാൻ ഗ്രോസറി പോയിരുന്നു. എന്താണ് ഇന്നലെ? ഗ്രോസറി പോയി സാധനം വാങ്ങി ഇന്നലെ. ഗ്രോസറിയിൽ പോയി സാധനം വാങ്ങി. അല്ലെങ്കിൽ ഇന്നലെ ഗ്രോസറിയിൽ പോയിരുന്നു. അത് മതി. പോയിരുന്നു എന്നാണോ? പോയിട്ടുണ്ട്. പോയി എന്താ പോയി. അത് മതി. പോയി. ഇന്നലെ ഞാൻ ഗ്രോസറി പോയി. I went grocery yesterday. I went grocery yesterday. Yesterday I I went grocery. yesterday to buy to purchase something. എന്ത് സാധനമാണ്? അങ്ങനെ പോരെ മാം. I went grocery yesterday അത്രയല്ലേ വേണ്ടുള്ളൂ. I went grocery. I went to the grocery. I went to the grocery yesterday. I went to the grocery. Went to the grocery yesterday. I went to the grocery yesterday. Correct. അതായത് ഞാൻ ഇന്നലെ ഗ്രോസറിയിൽ പോയി. പറഞ്ഞൂടെ മാം? ആദ്യം yesterday പറഞ്ഞൂടെ? ആദ്യം yesterday പറയാൻ കുഴപ്പമില്ല. Yesterday I went to the grocery. പിന്നെ കണ്ടിന്യൂഷൻ വേണം കുറച്ചുകൂടെ. അതാണ് ബെറ്റർ. For buying oil and or something or for purchase something. For purchasing എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. Purchase something purchasing ചെയ്യുന്നതന്നെ എന്തിനാണല്ലോ. Purchasing ആണ്. Okay. For purchase. I went to the grocery Yesterday. I went to the grocery for purchasing, For purchasing. for shopping, for buying something, bought something. No. Purchasing വരില്ലല്ലോ മാം. Purchase.
പർച്ചേസ് വരുള്ളൂ. പർച്ചേസിംഗ് എന്താ എന്തെങ്കിലും ഫിക്സ് ചെയ്തോ? എന്താ ഫിക്സ് ചെയ്തേ? Grocery yesterday. I went to the grocery for purchase. അല്ല ഫോർ went ഷോപ്പിംഗ് വരില്ല. For purchase. ഐ വെന്റ് ടു ദ ഗ്രോസറി ഫോർ ഷോപ്പിംഗ് യെസ്റ്റർഡേ അങ്ങനെ വരുമോ? മിസ്റ്റേക്ക് ഒന്നുമില്ല. യെസ്റ്റർഡേ അത് പറഞ്ഞാൽ കുഴപ്പമില്ല. യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ ഷോപ്പ്, ഐ വെന്റ് ടു ദ ഗ്രോസറി ഫോർ പർച്ചേസിംഗ്. ഞാൻ പർച്ചേസിംഗിന് വേണ്ടി ഇന്നലെ ഗ്രോസറിയിൽ പോയി എന്നാ പറയാം. അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ ഗ്രോസറി ഫോർ പർച്ചേസിംഗ് യെസ്റ്റർഡേ. അത് കുഴപ്പം, അത് അത്ര നല്ലതല്ല. യെസ്റ്റർഡേ ആദ്യത്തിട്ട് കണ്ടിന്യൂഷൻ കൊടുക്കണം കുറച്ചുകൂടി പെട്ടെന്ന്. സോ പെട്ടെന്ന് കടയിൽ, ഞാൻ ഇന്നലെ കടയിൽ പോയി എന്ന് പറയാനാണെങ്കിൽ യെസ്റ്റർഡേ ഐ വെന്റ് ടു ഗ്രോസറി യെസ്റ്റർഡേ എന്ന് പറഞ്ഞ് നിർത്താം. ഞാൻ ഇന്നലെ കടയിൽ പോയി എന്നാണെങ്കിൽ ഐ വെന്റ് ടു ദ ഗ്രോസറി യെസ്റ്റർഡേ എന്ന് പറഞ്ഞ് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. അഥവാ ഞാൻ ഇന്നലെ കടയിൽ പോയി, എന്താണ്, ഞാൻ ഇന്നലെ പർച്ചേസിംഗിന് വേണ്ടി കടയിൽ പോയി ഇന്നലെ എന്ന് പറയുകയാണെങ്കിൽ യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ ഗ്രോസറി ഫോർ പർച്ചേസിംഗ് എന്ന് പറയാം. ഫോർ പർച്ചേസ്. ഓക്കെ. ദെൻ ഞാൻ എന്തോ വാങ്ങാൻ കടയിൽ പോയി അതൊന്ന് പറഞ്ഞേ. Yesterday I went to the grocery for purchase grocery items. Yeah, good. പക്ഷേ ഞാൻ എന്തോ വാങ്ങാൻ കടയിൽ പോയി. I went to the grocery something. I went to the Something purchase. I went to the grocery for purchase something. For buy something. I went ഗ്രോസറി തന്നെ, ഗ്രോസറി തന്നെ പിടിക്കണോ? ഷോപ്പായാലും പറഞ്ഞാൽ പോരെ. I went to the shop. Went to the shop for buy something. Two. I went to the shop To the shop to buy something. To buy something. I went to the store or shop. I went to the shop to buy something. എന്തോ വാങ്ങാൻ കടയിൽ പോയി. ഒന്ന് പറഞ്ഞു തരുമോ? എന്തോ ബൈയുടെ പാസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ബൈയുടെ പാസ്റ്റ് ബോട്ട്. boat. Last night I went to the shop purchase. എന്തോ ഷിഫ്റ്റ് ആണ്. ബോട്ട് എന്നല്ലേ പറഞ്ഞത്? ബോട്ട്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വരാൻ ആരുടെയൊക്കെയോ ഞാൻ പറഞ്ഞു. പറഞ്ഞിരുന്നു. Miss. ആരാ വിളിച്ചേ? വിളിച്ചില്ല. ഓക്കെ. എന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ. അതിനെ ഓർമ്മിപ്പിച്ചോ? പറഞ്ഞിരുന്നല്ലോ. ലാസ്റ്റ് ആകുമ്പോ ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ആയി. എന്തോ ആരോ പറഞ്ഞിരുന്നു മാം. ആണോ? ഓക്കെ. പ്രിപ്പയർ ചെയ്തോ? ഒരു സമയമില്ല. ചെയ്തിരുന്നു. ചെയ്തവരൊക്കെ വേഗം പറയും. എടാ ആരാ പറയണേ? ആരുടെ പറയൂ. ശരി, എന്താണ് പറഞ്ഞ? ഞാൻ പ്ലാൻ ചെയ്തു മാം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. Wow, good. Nice talk. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞോട്ടെ. Social media is a powerful communication tool that offers numerous advantages and disadvantages. It enables people to connect with each other, share views, thoughts, knowledges, and experiences, stay updated with latest news, trends, and build new connections. However, it also has various disadvantages such as spread of wrong information, cyberbullying, and addictions. മതി, അതോ നീ വേണോ? എഴുതിച്ചിട്ടുണ്ട്. ഒരു എസ്സേ പോലെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. എഴുതി വെച്ചിട്ടാണോ നോക്കിയാണോ വായിക്കുന്നേ? ഞാന് നോക്കിയാ വായിച്ചേ. പോയിന്റ്സ് ഇട്ടിട്ട് തന്നെയാ എഴുതി വെച്ചേക്കുന്നേ. നോക്കിയല്ല ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട്.
അതായത് നിങ്ങൾ ഒരു കാര്യങ്ങള് നോക്കുക, എഴുതി വെക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് അതിന് മുഴുവൻ എടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അതിനെ കുറച്ചെങ്കിലും എഴുതുണ്ടാവും. അത് പറയാൻ നോക്കാം. അത് പറയുമ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കാരണം നോക്കിന്നാ പറഞ്ഞത്. അത് കുറച്ച് പോയിന്റ് വൈസ് ആയിട്ട് എഴുതി. ഓക്കെ, എഴുതുമ്പോ നമ്മുടെ ബ്രെയിനില് കുറച്ചിങ്ങനെ കയറും. ദെൻ നമ്മള് ആ എഴുതിയ കാര്യങ്ങള് വായിച്ചു നോക്കി വായിക്കും. ദെൻ അതിനുശേഷം നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ ഓൺ വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കും. അതിൽ കിട്ടാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടെങ്കിൽ നോക്കുക. അപ്പോ ഇവിടെ ഇതാണ് ചേർക്കേണ്ടത്, അപ്പൊ നമ്മളത് ആഡ് ചെയ്തിട്ട് വീണ്ടും പറയാം. സോ ഒരു 2-3 വട്ടം അങ്ങനെ പറയുമ്പോൾ കാരുണ്യതായ ഒരു രീതിയിൽ സ്വന്തം ഓൺ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആ ടോപ്പിക് സംസാരിക്കാൻ പറ്റും. അത് എൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യും. എന്നിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. ഇനി ആരാ? ജിൻഷ പ്രിപ്പയർ ചെയ്തിരുന്നോ? അങ്ങോട്ട് പോക്കോ. വിദ്യ പ്രിപ്പയർ ചെയ്തത്. അത് കുറച്ച് പോയിന്റ്സ് കേട്ടില്ല ജിൻഷ? ഓണം ഫെസ്റ്റിവലിനെ കുറിച്ച് തന്നെയാണ്. Onam is one of the most harvest significant festival of Kerala. It is an attraction of thousands of people outside within state. And then this season centered worship, music, dance, sports, boat race, etc. This festival is a good food, payasam and sadhya. Then the Onam is celebrated is memory of King Mahabali. It was said that King Mahabali was ruled Kerala in a long time. Not only the Hindus and Christians and Muslims also celebrated Onam. It is one of such festivals that unites all peoples regard race and religion. It's a colorful festival. Then the festival, the Pokalam is important in front of their homes. This festival, Malayalam also celebrated Malayalam month Chingam, ending of August and beginning September. Okay, good. പറഞ്ഞല്ലോ അല്ലേ? ഞാൻ പറയാം. I will talk about Diwali. This is the biggest festival of India. This festival is light. We wear nowadays we wear new dress and share sweets of all peoples. It will come November and October months. In these days, devotees Lakshmi and Ganapati in these days do the firework in all houses and decorate lights and colors. Thank you. കഴിഞ്ഞോ? ഓക്കെ, ഇതേപോലെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും ഞാൻ ചെയ്യാം. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ഓണം സെലിബ്രേഷൻ ആണ് എന്നാണ് പറഞ്ഞത്.
നിങ്ങൾക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് തരാം. ഓക്കെ, ആണെങ്കിൽ ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം, ടൈം ആയി. ഓക്കെ മാം. ഓണം വെക്കേഷൻ ഉണ്ടാവും മാം ഞങ്ങൾക്കും? എന്തോ? ഞങ്ങൾക്കും ഓണം വെക്കേഷൻ ഉണ്ടാവില്ലേ? ഓണം വെക്കേഷൻ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ചോദിച്ചോളൂ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.